ഹായ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഒരു നാടൻ ചിക്കൻ കറിയും പിന്നെ ഫ്രൈഡ് റൈസാണേ. അതപ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്തതെന്ന് നോക്കാം. 4 സവാള, തേങ്ങാക്കൊത്ത്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, പച്ചമുളകും കറിവേപ്പിലയും. അത് കടുക് പൊട്ടിക്കാനുള്ളതാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞ് കടുക് പൊട്ടി കഴിയുമ്പം പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അരിഞ്ഞു വെച്ച സവാളയും തേങ്ങാക്കൊത്തൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പിട്ട് കൊടുത്താൽ മതി. നല്ലപോലെ വഴണ്ട് പെട്ടെന്ന് വരുവേ. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ശകലം ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് നല്ലപോലെ വഴട്ടി അതിൻ്റെ ആ കളറും ഒക്കെ മാറി വരുന്ന പോലെ വഴറ്റണം കേട്ടോ. സിമ്മിലിട്ട് വഴട്ടിയാൽ മതി. വഴട്ടിയിട്ട് ഒരു കിലോയോളം ഉള്ള ചിക്കനാണേ. അതപ്പോൾ നാടൻ രീതിയിലാണ് വെക്കുന്നത്. നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ കളറ് മാറിയൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. മാറി വന്നപ്പോഴത്തേക്കും ഞാൻ ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. ശകലം പേസ്റ്റ് വെച്ചിട്ടുണ്ട്. അത് ചോറ് വെക്കാൻ നേരം അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്ത് അതും നല്ലപോലെ ഇളക്കി ആ സവാളയുടെ കൂടെ നല്ലപോലെ ഇളക്കിയെടുക്കുന്നുണ്ട്. അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുമ്പോൾ അടിയിൽ പിടിക്കും. അപ്പോൾ അടിയിൽ പിടിക്കാതെ ഒന്ന് നല്ലപോലെ ഇളക്കി നല്ല കളറൊക്കെ സവാളയുടെ മാറി വന്ന് കഴിയുമ്പോഴത്തേക്കും പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ പൊടികൾ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ 2.5 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മല്ലിപ്പൊടി 2 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ശകലം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ സ്പൂണിനാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം നല്ലപോലെ ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അടി ചേർത്ത് സിമ്മിലിട്ടിട്ട് നല്ലപോലെ ഇളക്കണം. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് വേണം തക്കാളി ഇട്ട് കൊടുക്കാൻ. ഇതുപോലെ നല്ലപോലെ ഇളക്കി മസാലയെല്ലാം എല്ലായിടവും പിടിച്ചെന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും അതുപോലെ ഇളക്കി അടി ചേർത്ത് ഇളക്കി ആ മസാലയൊക്കെ എല്ലായിടം പിടിച്ചെന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി ഒരു 2 എണ്ണമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാമേ. നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് അടിയൊക്കെ ഒന്ന് നല്ലപോലെ ചേർത്ത് ഇളക്കി നല്ലപോലെ ഇങ്ങനെ മാഷ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും എണ്ണ തെളിഞ്ഞു വരും. അതുവരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ഇതുപോലെ നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വന്നപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് സിമ്മിലിട്ടിട്ട് ആ ചിക്കനിൽ മസാല പെരളുന്ന വിധത്തിൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. നല്ലപോലെ ആ ചിക്കനിൽ ഇങ്ങനെ മസാല പിടിച്ചാലേ ആ ചിക്കൻ ഇങ്ങനെ വെളുത്തിരിക്കാതെ നല്ല ആ കളറോട് ഇരിക്കത്തുള്ളൂ കേട്ടോ. നല്ലപോലെ ഇതുകൊണ്ട് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നല്ല അടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണേ. ഈ സമയത്ത് ഞാൻ ആദ്യം സവാള വഴറ്റുന്ന സമയത്ത് ശകലം ഇട്ട് കൊടുത്തായിരുന്നേ. അത് കഴിഞ്ഞ് ഇപ്പോഴും ഇട്ട് കൊടുത്ത് എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കാം. വെള്ളം വേണമെങ്കിൽ ഇപ്പോഴേ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഒന്ന് അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ താനെ വെള്ളം തെളിഞ്ഞു വരുവേ. വെച്ച് 10-15 മിനിറ്റ് കഴിഞ്ഞ് കണ്ടോ, വീഡിയോയിൽ കാണാൻ പറ്റും വെള്ളമൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാമേ. ഒന്ന് അടി ചേർത്തൊന്ന് ഇളക്കിയിട്ട് അപ്പോൾ ഇവിടെ ഇച്ചിരി ഗ്രേവി ആയിട്ട് വേണമായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം തിളപ്പിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തായിരുന്നേ കറിക്കകത്ത്. അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു. ഇത് വെള്ളം ഒഴിക്കാതാണേ. അല്ലാതെ നല്ല വെള്ളം തെളിഞ്ഞു വന്നിട്ടുണ്ട്. അല്ലാതെ തന്നെ ഞാൻ ഒരു ഗ്ലാസ്സോളം ചെറിയ ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചായിരുന്നു. ഇച്ചിരി ഗ്രേവി ആയിട്ട് വേണമായിരുന്നു മക്കൾക്ക്. അപ്പം ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തായിരുന്നു കേട്ടോ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കും. പിന്നെ ചോറിന് വേണ്ടിയിട്ട് ഞാൻ ബട്ടറാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് മസാലക്കൂട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് ക്യാരറ്റും ബീൻസും മാത്രമാണ് ഇടുന്നത്. അത് ഇട്ടിട്ട് ആ ബട്ടറിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ബാക്കി ചോറിനകത്തോട്ട് ഇട്ട് കൊടുത്തേ. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഗ്ലാസ് അരിയുടെ ചോറാണ് വെക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ വഴറ്റി കഴിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച അരി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ആ അരിയും കൂടെ ആ ബട്ടറിനകത്ത് നല്ല മസാല പിടിക്കാൻ വേണ്ടി ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് വഴറ്റി കഴിഞ്ഞ് അരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ഒന്ന് നല്ലപോലെ ഇളക്കി അരിയിൽ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചു നിന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത്
എത്രയാണ് അരി എടുത്തേക്കുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, ആ വിധത്തിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കറിൽ 1 വിസിലാണ് ഞാൻ കേൾപ്പിച്ചെടുക്കുന്നത്. ഈ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിള വരുമ്പോഴത്തേക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിച്ചിട്ട് കൂടി നിൽക്കണം. അങ്ങനെ ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഞാൻ അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒറ്റ വിസിൽ കേട്ടാൽ മതിയേ, ചോറ് റെഡിയാവും. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല, ഞാൻ ഇടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തായിരുന്നു 1 ഗ്ലാസ്സോളം, ചെറിയ ഗ്ലാസ്സിന്. അതപ്പം ഞാൻ നല്ലപോലെ ഇളക്കി കൊടുക്കും. ഇതിൽ ഞാൻ മല്ലിയില ഒന്നും ഇട്ടില്ല കേട്ടോ, നാടൻ രീതിയിലാണ് വെച്ചത്. അപ്പം നല്ല കളറോടെ നമുക്ക് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. അവസാനം ശകലം ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ. അപ്പം നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പം പപ്പടവും ചിക്കൻ കറി, സലാഡും പിന്നെ ചോറും കണ്ടോ, ചോറുമായിരുന്നു ഇന്ന്. ബായ്.